നമസ്തേ. രാജ്യാന്തരത്തിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. മതപരിവർത്തന ലോബിക്കെതിരെ കടുത്ത നടപടി തുടർന്ന് യോഗി സർക്കാർ. മുസ്ലിം മതത്തിലേക്ക് നിരവധി പേരെ പരിവർത്തനം ചെയ്ത ചാഗൂർ ബാബയുടെ വീട് ഇടിച്ചു നിരത്തി. വസ്തുവകകൾ ഉത്തർപ്രദേശ് സർക്കാർ കണ്ടുകെട്ടി. ബീഹാറിൽ വമ്പൻ പ്രഖ്യാപനവുമായി NDA. സർക്കാർ ജോലികളിൽ വനിതകൾക്ക് 35% സംവരണം. ഭരണത്തിൽ വനിതാ പ്രാതിനിധ്യം ഉറപ്പാക്കുമെന്ന് നിതീഷ് കുമാർ. യുവജനക്ഷേമത്തിന് യൂത്ത് കമ്മീഷനും അംഗീകാരം. നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ ഉത്തരവ്. ജൂലൈ 16 യമൻ പബ്ലിക് പ്രോസിക്യൂട്ടർ. $10 ലക്ഷം ദയാധനം ആവശ്യപ്പെട്ട് കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബം. സെലബിക്ക് ഡൽഹി ഹൈക്കോടതിയിൽ വൻ തിരിച്ചടി. വിമാനത്താവളങ്ങളിലെ സുരക്ഷാ ക്ലിയറൻസ് റദ്ദാക്കിയ നടപടി ശരിവെച്ചു. തുർക്കി കമ്പനിയുടെ സാന്നിധ്യം ആദ്യം അറിയിച്ചത് ജനൻ TV. ഇറാനുമായി തുടർ ചർച്ചയുണ്ടാകുമെന്ന് അമേരിക്ക. ഗാസയിലെ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കൽ പരിഗണനയിൽ. ആരെയും നിർബന്ധപൂർവം പറഞ്ഞയക്കില്ല എന്ന് ഇസ്രായേൽ. നോക്കാം വാർത്തകൾ വിശദമായി. മതപരിവർത്തന ലോബിക്കെതിരെ കടുത്ത നടപടിയുമായി യോഗി സർക്കാർ. മതപരിവർത്തന ലോബിയുടെ തലവനായ ചാഗൂർ ബാബയുടെ വസ്തുവകകൾ ബുൾഡോസർ ഉപയോഗിച്ച് ഇടിച്ചു നിരത്തി. ബൽറാംപൂരിൽ അനധികൃതമായി നിർമ്മിച്ച കെട്ടിടങ്ങളാണ് തകർത്തത്. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ശ്രീകാന്ത് ചേരുന്നു. ശ്രീകാന്ത്, ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥ് സർക്കാർ നിർബന്ധിത മതപരിവർത്തനത്തിനെതിരെ ശക്തമായ നടപടികളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഏറ്റവും അവസാനം നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. ബൽറാംപൂരിൽ അനധികൃതമായി നിർമ്മിച്ച കെട്ടിടങ്ങൾ ബുൾഡോസർ ഉപയോഗിച്ച് ഇടിച്ചു നിരത്തുന്നു. അതായത് മതപരിവർത്തന ലോബിയുടെ തലവനായ ചാഗൂർ ബാബയുടെ വസ്തുവകകളാണ് ഇത്തരത്തിൽ ബുൾഡോസർ ഉപയോഗിച്ച് നീക്കം ചെയ്യുന്നത്. കൂടുതൽ വിവരങ്ങൾ ശ്രീകാന്ത്. ഈ ആസൂത്രിത മതപരിവർത്തനത്തിനെതിരെ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഇല്ല എന്ന് പ്രഖ്യാപിക്കുകയാണ് യോഗി ആദിത്യനാഥ് സർക്കാർ ഉത്തർപ്രദേശിൽ. ഒരു കാര്യം ഇതിൽ ചേർത്ത് പറയേണ്ടത്, ഈ ചാങ്ങൂർ ബാബ എന്ന് അയാളെ തന്നെ വിളിക്കുന്ന പേരാണ്. യഥാർത്ഥ പേര് ജലാലുദ്ദീൻ എന്നാണ് ഈ കൊടും ക്രിമിനലിൻ്റെ പേര്. ഇയാളുടെ യഥാർത്ഥ പണി പെൺകുട്ടികളെ, ഹിന്ദു പെൺകുട്ടികളെ മതപരിവർത്തനം നടത്തി ഇസ്ലാമിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ്. ഈ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകളെയും ഇസ്ലാമിലേക്ക് മതപരിവർത്തനം നടത്തുക എന്നുള്ളതാണ് ഈ ജലാലുദ്ദീൻ ചെയ്തു പോന്നിരുന്നത്. ചാങ്ങൂർ ബാബ എന്നത് ഇയാൾ സ്വയം സ്വീകരിച്ച പേരാണ്. ഇതിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡ് ഇത് കണ്ടുപിടിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇയാളുടെ അനധികൃത നിർമ്മിതി യോഗി സർക്കാർ ബുൾഡോസ് ചെയ്തിട്ടുള്ളത്. ഇന്ന് 40 തവണ ഇസ്ലാമിക രാജ്യങ്ങളിലേക്ക് ഇയാൾ യാത്ര നടത്തിയിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുന്നു. വിദേശത്തു നിന്നുള്ള ധനസഹായം ഉപയോഗിച്ചാണ് ഈ യാത്രകൾ നടത്തിയതും ഒപ്പം തന്നെ ഈ ഹിന്ദു പെൺകുട്ടികളെ പ്രത്യേകം നോട്ടമിട്ട് മതപരിവർത്തനം നടത്തിയത് എന്ന കാര്യവും പറയുന്നുണ്ട്. ഇയാളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ സംശയാസ്പദമായ പല ഇടപാടുകളും കണ്ടെത്തിയിട്ടുണ്ട്. മതപരിവർത്തനത്തിനായി വിദേശത്തു നിന്നും 100 കോടിയിലധികം രൂപ ഈ ജലാലുദ്ദീന് കിട്ടിയെന്നാണ് പറയുന്നത്. 19 ബാങ്ക് അക്കൗണ്ടുകളിലായാണ് 100 കോടിയിലധികം രൂപ വന്നതായി കണ്ടെത്തിയത്. സാധാരണ
മതപരിവർത്തനത്തിന് ആളുകൾ സമ്മതിച്ചില്ലെങ്കിൽ പോലീസ് സ്റ്റേഷനുകളിലും കോടതികളിലുമൊക്കെ വ്യാജ കേസുകൾ ചുമത്തി ഉപദ്രവിച്ചിരുന്നു എന്നും ATS കണ്ടെത്തിയിട്ടുണ്ട്. വ്യത്യസ്ത ജാതികളിലെ പെൺകുട്ടികളെ മതപരിവർത്തനത്തിനായി കൊണ്ടുവരുന്നതിന് പല നിരക്കുകളാണുള്ളത്. ബ്രാഹ്മണർ, സർദാർ, ക്ഷത്രിയ പെൺകുട്ടികളെ ഇസ്ലാം മതം സ്വീകരിക്കുന്നതിന് എത്തിച്ചാൽ 15 മുതൽ 16 ലക്ഷം രൂപ വരെ നൽകുമായിരുന്നു. പിന്നാക്ക ജാതിയിലെ പെൺകുട്ടിക്ക് 10 മുതൽ 12 ലക്ഷം രൂപ വരെയും മറ്റ് ജാതിയിലെ പെൺകുട്ടികൾക്ക് 8 മുതൽ 10 ലക്ഷം രൂപ വരെയും ഇയാൾ നൽകി എന്നാണ് പറയുന്നത്. ഈ സംഭവമൊക്കെ നടക്കുന്നത് ഇന്ത്യയിലാണ് എന്ന് ഓർക്കണം. നമ്മൾ മറ്റ് വനവാസി മേഖലകളിലൊക്കെ തന്നെ മിഷണറിമാർ നടത്തുന്ന മതപരിവർത്തനത്തെക്കുറിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അതിനെയും കടത്തിവെട്ടുന്ന രീതിയിലാണ് മറ്റ് മുസ്ലിം രാജ്യങ്ങളിൽ നിന്ന്, ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നും പണം ധാരാളമായി ഒഴുകുകയും 100 കോടി എന്ന് പറയുമ്പോൾ ഒന്ന് ഓർക്കണം എത്രത്തോളം പണം ഇയാൾ ചിലവാക്കിയിട്ടുണ്ടെന്ന്. ചാങ്ങൂർ ബാബ എന്നൊരു പേരും സ്വീകരിച്ച് കൊടും ക്രിമിനൽ ജലാലുദ്ദീൻ നടത്തിപ്പോന്നിരുന്നത് മതപരിവർത്തനം, ആസൂത്രിത മതപരിവർത്തനം ആയിരുന്നു. പാവപ്പെട്ട പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി മതപരിവർത്തനം നടത്തുക, ഇനി മതപരിവർത്തനത്തിന് വിധേയരാകാത്തവരെ ഭീഷണിയിലൂടെയും കള്ളക്കേസിൽ കുടുക്കിയും മതപരിവർത്തനം നടത്തുക, അതാണ് അയാൾ ചെയ്തു പോന്നിരുന്നത്. യോഗി സർക്കാരിൻ്റെ ഇടപെടൽ, അയാളുടെ വീടിന് മുന്നിൽ നിലവിൽ ബുൾഡോസർ എത്തി. നാമാവശേഷമായി കഴിഞ്ഞു അയാൾ പ്രവർത്തിപ്പിച്ചിരുന്ന അനധികൃത കെട്ടിടവും മതപരിവർത്തന കേന്ദ്രവും. ശ്രീകാന്ത്, അതേപോലെ തന്നെ ഇത് വർഷങ്ങളായി നടത്തി വന്ന ഒരു സംവിധാനമായിരിക്കുമല്ലോ. ശ്രീകാന്ത് പറഞ്ഞ ലക്ഷങ്ങൾ വിദേശത്തു നിന്നും ഇത്തരത്തിലുള്ള ധനസഹായം അയാൾക്ക് ലഭിച്ചിരുന്നു. അപ്പോൾ വിദേശത്ത് നിന്ന് ധനസഹായം ലഭിച്ച ഇയാൾ പ്രവർത്തിച്ചു വന്നത്, വർഷങ്ങളായി പ്രവർത്തിച്ചു വന്ന ഒരു കേന്ദ്രം തന്നെ ആവുമല്ലോ. അപ്പോൾ ഇയാൾ ഒറ്റയ്ക്ക് ആവുകയില്ലല്ലോ, ഇയാൾക്കൊരു സംഘം തന്നെ അവിടെ ഉണ്ടാകുമല്ലോ ശ്രീകാന്ത്. ഒരു സംശയവും അക്കാര്യത്തിൽ വേണ്ട. ഇയാൾക്കൊപ്പം വലിയൊരു സംഘം ഈ വിവിധ രാജ്യങ്ങളിലേക്ക് ഫണ്ട് കളക്ഷന് വേണ്ടി യാത്ര ചെയ്തിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുന്ന ATS ഓരോരുത്തരെയായി ഈ കേസുമായി ബന്ധപ്പെട്ട കസ്റ്റഡിയിൽ എടുത്തുകൊണ്ടിരിക്കുന്നു എന്ന വിവരമാണ് കിട്ടുന്നത്. ഇയാളുടെ അനധികൃത കേന്ദ്രം പൊളിച്ചു കളയണം എന്നുള്ളത് അത് മതപരിവർത്തനത്തിന് വേണ്ടി മാത്രം ഉപയോഗിച്ചതാണ്. നമ്മുടെ കേരളത്തിലൊക്കെ നമ്മൾ കണ്ടു, പോപ്പുലർ ഫ്രണ്ടൊക്കെ ഈ സത്യസരണി പോലെയും ഗ്രീൻ വാലി പോലെയും അതോടൊപ്പം ആലുവയിൽ പെരിയാർ വാലി പോലെയും ഒക്കെ ചില കേന്ദ്രങ്ങൾ ഉണ്ടാക്കി അവിടെ കൊണ്ടിട്ട് ഹിന്ദു പെൺകുട്ടികളെയും ക്രിസ്ത്യൻ പെൺകുട്ടികളെയും മതപരിവർത്തനം നടത്തുന്നത് നമ്മൾ കണ്ടതാണ്. ആ കാര്യത്തിന് സമാനമായ രീതിയിൽ പോപ്പുലർ ഫ്രണ്ടിനെ പോലെയുള്ള ഭീകര സംഘടനകൾ ചെയ്യുന്ന അതേ രീതിയിലാണ് ഈ ജലാലുദ്ദീൻ, ചാങ്ങൂർ ബാബ എന്നൊക്കെ പേര് സ്വീകരിച്ച് ഈ കൊടും ക്രിമിനൽ ഈ പ്രവൃത്തി ചെയ്തു പോകുന്നത്. രാജ്യത്തിന് തന്നെ ഭീഷണിയായി മാറുകയായിരുന്നു ഇയാൾ. കാരണം 19 അക്കൗണ്ടുകളിൽ ഈ 100 കോടി രൂപ, പല ആളുകളുടെ പേരിലെടുത്ത അക്കൗണ്ടുകളിൽ 100 കോടി രൂപ വരിക എന്ന് പറഞ്ഞാൽ അത് നിസ്സാരമായി കാണാനാകില്ല. അത് ATS തകർത്തിരിക്കുന്നു. അവരാണ് ഇത് ആദ്യം കണ്ടുപിടിച്ചത്, UP ATS. തൊട്ടു പിന്നാലെ യോഗി ആദിത്യനാഥിൻ്റെ ബുൾഡോസർ ഈ ജലാലുദ്ദീൻ്റെ വീടിന് മുന്നിലെത്തി. വളരെ വ്യക്തമാണ്. കോടിക്കണക്കിന് രൂപ വിദേശ ഫണ്ട് സ്വീകരിച്ചുകൊണ്ട് ഭാരതത്തിൽ മതപരിവർത്തനത്തിന് നേതൃത്വം നൽകിയ, ഉത്തർപ്രദേശിൽ മതപരിവർത്തനത്തിന് നേതൃത്വം നൽകിയ ഒരു വ്യക്തിയെ, അതായത് ചാഗൂർ ബാബയുടെ വസ്തുവകകളാണ് ബുൾഡോസർ ഉപയോഗിച്ച് ഉത്തർപ്രദേശ് സർക്കാർ ഇടിച്ചു നിരത്തിയത്. അയാൾക്കെതിരെയുള്ള നടപടികളും ശക്തമാക്കുന്നു, അന്വേഷണവും വളരെ ശക്തമായി മുന്നോട്ട് പോകുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്നും S. ശ്രീകാന്ത്. മറ്റൊരു വാർത്തയിലേക്ക്. യമനിലെ ജയിലിൽ കഴിയുന്ന മലയാളി നേഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കാൻ ഉത്തരവ്. ജൂലൈ 16 വധശിക്ഷ നടപ്പാക്കാൻ യമനിലെ പബ്ലിക് പ്രോസിക്യൂട്ടർ ഉത്തരവിട്ടു. കൊല്ലപ്പെട്ട തലാലിൻ്റെ കുടുംബം ദയാധനം ആവശ്യപ്പെട്ടു. $10 ലക്ഷം ആണ് ദയാധനമായി ആവശ്യപ്പെട്ടിട്ടുള്ളത്. 2017 മുതൽ തടവിലാണ് നിമിഷപ്രിയ. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, മലയാളികളെ സംബന്ധിച്ച വളരെ ഞെട്ടലോടെ ആയിരിക്കാം ഈ വാർത്ത ശ്രവിക്കേണ്ടി വരുന്നത്. പ്രത്യേകിച്ച് നിമിഷപ്രിയയുടെ വധശിക്ഷ അംഗീകരിച്ചിരിക്കുന്നു. ഇനി ഒരു അപ്പീലിന് സാധ്യതയുണ്ടോ? വധശിക്ഷ നടപ്പിലാക്കും എന്ന് തന്നെയാണോ ഈ നിമിഷം നമുക്ക് പറയാൻ കഴിയുക? ഐസൺ ജോസ്. വിനോദ്, നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളനുസരിച്ച് 2023 സുപ്രീം ജുഡീഷ്യൽ കൗൺസിലിൻ്റെ ഉത്തരവ്, അതായത് വധശിക്ഷ ശരിവെച്ചുകൊണ്ടുള്ള ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ വധശിക്ഷ നടപ്പാക്കാനുള്ള ഒരു നിർദ്ദേശമാണ് യമനിലെ ജയിൽ അധികൃതർക്ക് അവിടുത്തെ പബ്ലിക് പ്രോസിക്യൂട്ടർ നൽകിയിരിക്കുന്നത് എന്നാണ്. അതുമായി ബന്ധപ്പെട്ട ചില ഡയറക്ഷനെല്ലാം നൽകിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ജൂലൈ 16 ഇവരുടെ വധശിക്ഷ നടപ്പാക്കണമെന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഈ വധശിക്ഷ നടപ്പാക്കുന്നതിന് മുമ്പ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദയാധനം നൽകി ഈ വധശിക്ഷയിൽ നിന്നും ഇവരെ ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ സാധ്യമാണ് എന്നൊരു
എന്നൊരു യാഥാർത്ഥ്യം കൂടി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ അത്തരം നീക്കങ്ങളും ഒരു പരിധിവരെ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത് കാര്യക്ഷമമായി തന്നെ നടത്താനുള്ള നീക്കങ്ങളും നടക്കുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നേരത്തെ വിനോദ് സൂചിപ്പിച്ചതുപോലെ 2017 മുതൽ ഇവർ ജയിലിൽ കഴിയുകയാണ്, യമനിലെ ജയിലിൽ കഴിയുകയാണ്. ഈ ജയിലിൽ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായത് തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വധശിക്ഷ, അതായത് ഇവർക്ക് വധശിക്ഷ വിധിക്കുന്നത് 2023 ആ കൊലപാതകം സംഭവിക്കുന്നത് 2017 2017 യമൻ സ്വദേശിയായ തലാലിനെ കൊലപ്പെടുത്തിയ കേസിലാണ് ഇവർ ശിക്ഷ അനുഭവിക്കുന്നത്. ഇവർക്ക് വധശിക്ഷ വിധിച്ചിരിക്കുന്നതും ആ കേസിൽ തന്നെയാണ്. 2017 മുതൽ ജയിലിൽ കഴിയുന്ന ഇവർ ഈ വധശിക്ഷ വിധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ദയാദനം നൽകി വധശിക്ഷയിൽ നിന്ന് ഒഴിവാകുക എന്ന ഒരു നീക്കമാണ് നിലവിലുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട നിരവധിയായ നീക്കങ്ങൾ നയതന്ത്ര തലത്തിൽ ഭാരതത്തിന് നടത്താനുള്ള ശ്രമങ്ങൾ നേരത്തെ ഉണ്ടായെങ്കിലും അതെല്ലാം പരാജയപ്പെടുകയായിരുന്നു. നമുക്ക് അറിയാവുന്നതാണ്, യമനിൽ ഹൂതി ഭീകരരുടെ നിയന്ത്രണത്തിലുള്ള മേഖലയിലെ ജയിലിലാണ് ഇവർ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഹൂതി ഭീകരരുമായി ഒരു നയതന്ത്ര ബന്ധം സാധ്യമല്ല ഭാരതത്തിന് നിന്ന് മാത്രമല്ല UN ചാർട്ടർ പ്രകാരം പ്രവർത്തിക്കുന്ന നയതന്ത്ര തത്വങ്ങളും വിയന്ന കരാറിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന നയതന്ത്ര സംവിധാനങ്ങൾക്കൊന്നും ഇടപെടാവുന്ന ഒരു രീതിയിലല്ല ഈ രാജ്യത്തിൻ്റെ ഈ പ്രദേശത്തിൻ്റെ നിയന്ത്രണമുള്ളത് എന്നതുകൊണ്ട് തന്നെ അവരുമായി ഏതെങ്കിലും രീതിയിൽ സൗഹൃദമുള്ള ഒരു രാജ്യവുമായി നടപടികൾ സ്വീകരിക്കുക, ഒരു തേർഡ് പാർട്ടി ഇടപെടലിലൂടെ നടപടികൾ സ്വീകരിക്കുക എന്ന നീക്കമാണ് ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അക്കാര്യത്തിന് വേണ്ടി ഇറാനെയൊക്കെ സമീപിക്കുന്ന നടപടിക്രമങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ 16 വധശിക്ഷ നടപ്പാക്കണം, അല്ലെങ്കിൽ അതിന് മുൻപ് ദയാദനം നൽകിയവരുടെ വധശിക്ഷ ഒഴിവാക്കണമെന്നാണ്. തലാൽ കൊല്ലപ്പെട്ടതിന് ശേഷം അവരുടെ ഗോത്ര തലവന്മാരെല്ലാം തന്നെ ചേർന്ന് ദയാദനം വേണ്ടതില്ല, അതേസമയം ഇവരുടെ നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കണമെന്നൊരാവശ്യമാണ് ഇതുവരെ ഉന്നയിച്ചതെങ്കിൽ ഇപ്പോൾ ദയാദനമായി പണം നൽകിയാൽ അക്കാര്യത്തിൽ നിന്നും പിന്മാറാമെന്ന നിലപാട് അവരുടെ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്ന് അറിയിക്കുന്നുണ്ട്. സ്വാഭാവികമായും അവരുടെ ഗോത്രത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു നിർദ്ദേശം തന്നെയായിരിക്കുമെന്നതും ഒരു യാഥാർത്ഥ്യമാണ്. ആ ഒരു സാഹചര്യത്തിൽ ആ ദയാദനം നൽകി ഇവരെ പിന്മാറ്റാനുള്ള, ഇവരുടെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നതിനായി $10 ലക്ഷം തലാലിൻ്റെ കുടുംബം ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അത്രയും തുക സംഘടിപ്പിക്കുക എന്നതാണ് ഇനി ഒരു വലിയ പ്രയത്നമായി വരിക. അത്രയും തുക സംഘടിപ്പിച്ച് ഈ 16 മുൻപ് ഒരു പക്ഷേ അതിനെ വ്യവസ്ഥാപിതമായൊരു ദിവസങ്ങൾക്കിടയിൽ അത് നൽകാൻ സാധിക്കുകയാണെങ്കിൽ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇവരെ മോചിപ്പിക്കുന്നത് സംബന്ധിച്ചുള്ള തുടർ ചർച്ചകൾ ഇനിയും നടക്കേണ്ടതുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ 2017 മുതൽ ജയിലിൽ കഴിയുന്ന 2023 എല്ലാ കോടതികളും സുപ്രീം ജുഡീഷ്യൽ കൗൺസിൽ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ശരിവയ്ക്കപ്പെട്ട ഇവരുടെ നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ പോകുന്നതിൻ്റെ ഭാഗമായി 16 നടപ്പാക്കണമെന്ന നിർദ്ദേശം പ്രോസിക്യൂട്ടറുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു എന്നതാണ് ഗൗരവമേറിയൊരു വാർത്തയായി വന്നിരിക്കുന്നത്. അതേസമയം തന്നെ കൊല്ലപ്പെട്ട തലാലിൻ്റെ വീട്ടുകാർ ദയാദനം ലഭ്യമായാൽ ഈ വധശിക്ഷയ്ക്ക് കൊലപാതകത്തിന് മാപ്പ് നൽകുന്നതിന് തയ്യാറാണെന്ന് അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ മോചനം അല്ലെങ്കിൽ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാനുള്ള നടപടികൾ സാധ്യമാവുകയും ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. ഐസൻ ജോസ്, നമ്മുടെ പുതിയ പ്രേക്ഷകർക്കായി ഈ കൊല്ലപ്പെടാനുണ്ടായ ഒരു സാഹചര്യം അല്ലെങ്കിൽ ഈ കൊലപാതകത്തിലേക്ക് നയിച്ച ഒരു സാഹചര്യം കൂടി ഒന്ന് ചുരുക്കി പറയുമോ ഐസൻ ജോസ്? വിനോദ്, ഇവർ തമ്മിൽ, അതായത് ഈ തലാലും ഇവരും ചേർന്ന് ഒരു പാർട്ട്ണർഷിപ്പ് ക്ലിനിക്കെല്ലാം തന്നെ നടത്തിയിരുന്നു. ഇവർ നഴ്സാണ്, അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു പാർട്ട്ണർഷിപ്പ് ക്ലിനിക്ക് നടത്തിയിരുന്നു. ആ ക്ലിനിക്കിലുമായി ബന്ധപ്പെട്ട ചില സാമ്പത്തിക തർക്കങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇവർ തമ്മിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടായത്. 2015 2024 ആയിട്ട് ഇത് 2015 ഇവർ തിരിച്ച് നാട്ടിലേക്ക് വരികയും അത്തരത്തിൽ ആ വിഷയം ഒഴിവാകുകയും ചെയ്യാനുള്ള ശ്രമം നടത്തിയിരുന്നുവെങ്കിൽ കൂടി പാർട്ട്ണർഷിപ്പിൽ ചെയ്തിരുന്ന, നമുക്കറിയാവുന്നതാണ്, യമനിലെല്ലാം തന്നെ ഒരു വിദേശിക്ക് അല്ലെങ്കിൽ ഭാരതത്തിൽ നിന്ന് പോയ ആൾക്കൊക്കെ ഒരു സ്ഥാപനം തുടങ്ങേണ്ടതുണ്ടെങ്കിൽ അവിടെ തന്നെയുള്ള വ്യക്തിയുമായി ചേർന്നേ അത് സാധ്യമാകുകയുള്ളൂ. അത്തരത്തിലുള്ള നിയമമാണ് അവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ ഇവരുമായി ചേർന്ന്, തലാലുമായി ചേർന്ന് ഇവർ ഈ സ്ഥാപനം നടത്തുകയായിരുന്നു. ഈ സ്ഥാപനം നടത്തുന്നതിൻ്റെ സാമ്പത്തിക വിഷയങ്ങൾ സംബന്ധിച്ച് എന്തോ തർക്കങ്ങളുണ്ടായെന്നും വ്യാജരേഖ ചമച്ച് ഇവരെ കേസിൽ കുടുക്കിയെന്നും ഒരു ആരോപണമാണ് നിമിഷപ്രിയയുടെ വീട്ടുകാരെല്ലാം തന്നെ മുന്നോട്ട് വയ്ക്കുന്നത്. അത്തരത്തിലൊരു സംഭവം ഉണ്ടായി പെട്ടെന്ന് ഈ 2017 ഈ തലാൽ കൊല്ലപ്പെടുകയായിരുന്നു. ഈ കൊല്ലപ്പെട്ട കേസിലാണ് 2017 ഇവരെ അറസ്റ്റ് ചെയ്യുന്നതും 2023 ശിക്ഷ ശരിവയ്ക്കുകയും ചെയ്യുന്നത്. വ്യക്തമാണ്. യമനിലെ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കാൻ ഉത്തരവ് ഉണ്ടായിരിക്കുന്നു. ജൂലൈ 16 വധശിക്ഷ നടപ്പിലാക്കാനാണ് യമനിലെ പബ്ലിക് പ്രോസിക്യൂട്ടർ ഇപ്പോൾ ഉത്തരവിട്ടിട്ടുള്ളത്. കൊല്ലപ്പെട്ട തലാലിൻ്റെ കുടുംബം ദയാധനം ആവശ്യപ്പെട്ട് കഴിഞ്ഞു. $10 ലക്ഷം ദയാധനമായി ആവശ്യപ്പെടുന്നത്. 2017 മുതൽ തടവിലാണ് നിമിഷപ്രിയ. ദയാധനം നൽകി വധശിക്ഷയിൽ നിന്ന് ഒഴിവാകാനുള്ള ശ്രമത്തിലാണ് കുടുംബം. വിവരങ്ങൾ നൽകുകയായിരുന്നു ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസ്. ബീഹാറിൽ ഗവൺമെന്റ് ജോലികളിൽ സ്ത്രീകൾക്ക് 35% സംവരണം പ്രഖ്യാപിച്ച് NDA സർക്കാർ. പട്നയിൽ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ഈ തീരുമാനം. സംസ്ഥാന മന്ത്രിസഭ അംഗീകരിച്ച പുതിയ ബീഹാർ യൂത്ത് കമ്മീഷൻ രൂപീകരണവും നിതീഷ് കുമാർ പ്രഖ്യാപിച്ചു. സംസ്ഥാന സർക്കാർ സേവനങ്ങളിലെ എല്ലാ വിഭാഗങ്ങളിലേക്കും തലങ്ങളിലേക്കും നേരിട്ടുള്ള നിയമനങ്ങളിൽ ബീഹാറിലെ സ്ഥിര താമസക്കാരായ വനിതകൾക്ക് മാത്രമായി 35% സംവരണം ഏർപ്പെടുത്താനാണ് തീരുമാനം.
പൊതുസേവനങ്ങളിൽ എല്ലാ തലങ്ങളിലും വകുപ്പുകളിലും സ്ത്രീ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യം. കൂടുതൽ സ്ത്രീകൾ തൊഴിൽ മേഖലയിലേക്ക് പ്രവേശിക്കുകയും ബീഹാറിലെ ഭരണത്തിലും ഭരണ നിർവഹണത്തിലും വലിയ പങ്ക് വഹിക്കുകയും ചെയ്യുമെന്ന് മുഖ്യമന്ത്രി നിതീഷ് കുമാർ വ്യക്തമാക്കി. സംസ്ഥാന മന്ത്രിസഭ അംഗീകരിച്ച പുതിയ ബീഹാർ യൂത്ത് കമ്മീഷന്റെ രൂപീകരണവും നിതീഷ് കുമാർ പ്രഖ്യാപിച്ചു. ബീഹാറിലെ യുവാക്കൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകുന്നതിനും അവരെ പരിശീലിപ്പിക്കുന്നതിനും ശാക്തീകരിക്കുന്നതിനുമാണ് നടപടി. യുവാക്കൾക്ക് മികച്ച വിദ്യാഭ്യാസവും തൊഴിലവസരങ്ങളും ഉറപ്പാക്കുന്നതിന് സർക്കാർ വകുപ്പുകളുമായി കമ്മീഷന്റെ പ്രവർത്തനം ഏകോപിപ്പിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. എസ് ശ്രീകാന്ത്, ജനം, ഡൽഹി. രാജ്യത്തെ വിവിധ വിമാനത്താവളങ്ങളിൽ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് കാർഗോ സേവനങ്ങൾ നൽകി വന്നിരുന്ന തുർക്കി കമ്പനിയായ സെലബിയെ വിലക്കിയ കേന്ദ്ര സർക്കാർ നടപടി ശരിവെച്ച ഡൽഹി ഹൈക്കോടതി. ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി സ്വീകരിച്ച നടപടിയിൽ ഇടപെടാനാകില്ല എന്ന് കോടതി വ്യക്തമാക്കി. സ്വാഭാവിക നീതിയേക്കാൾ ദേശീയ സുരക്ഷയ്ക്കാണ് പ്രാധാന്യമെന്ന് ചൂണ്ടിക്കാട്ടി ജസ്റ്റിസ് സച്ചിൻ ദത്തയാണ് ഹർജികൾ തള്ളിയത്. മുൻകൂർ നോട്ടീസോ മുന്നറിയിപ്പോ ഇല്ലാതെ സെക്യൂരിറ്റി ക്ലിയറൻസ് റദ്ദാക്കിയ ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റിയുടെ നടപടി ചോദ്യം ചെയ്ത് സെലിബി എയർപോർട്ട് സർവീസസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്, സെലിബി കാർഗോ ടെർമിനൽ മാനേജ്മെന്റ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ കമ്പനികൾ സമർപ്പിച്ച ഹർജികളാണ് ഡൽഹി ഹൈക്കോടതി തള്ളിയത്. സ്വാഭാവിക നീതിക്കും നടപടികളിലെ ന്യായത്തിനും മേലെയാണ് രാജ്യസുരക്ഷ. അക്കാര്യത്തിൽ സംശയത്തിനിടയില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടതാണ് കാരണമെങ്കിൽ ജുഡീഷ്യൽ പരിശോധന നടത്തേണ്ട വിഷയമല്ലെന്നാണ് ജസ്റ്റിസ് സച്ചിൻ ദത്തയുടെ നിരീക്ഷണം. തങ്ങളുടെ ഇന്ത്യൻ യൂണിറ്റ് പൂർണ്ണമായും ഇന്ത്യൻ കമ്പനിയാണെന്നും എല്ലാ ജീവനക്കാരും ഇന്ത്യക്കാരാണെന്നും വാദിച്ചെങ്കിലും മുഖവിലക്കെടുത്തില്ല. ഡ്രോണുകൾ നിർമ്മിക്കുന്ന തുർക്കി കമ്പനി ബൈക്കറുമായോ അതിന്റെ ഉടമ തുർക്കി പ്രസിഡന്റിന്റെ മകൾ സുമയ്യ എർഡോഗനുമായോ ബന്ധമില്ലെന്ന വാദങ്ങളും കോടതി അംഗീകരിച്ചില്ല. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്നുണ്ടായ സൈനിക സംഘർഷത്തിൽ തുർക്കി പാകിസ്ഥാനെ സഹായിച്ച പശ്ചാത്തലത്തിലാണ് മുംബൈയും ഡൽഹിയും കൊച്ചിയുമടക്കം രാജ്യത്തെ 9 പ്രധാന വിമാനത്താവളങ്ങളിൽ ഗ്രൗണ്ട് ഹാൻഡലിംഗ് ജോലികൾ ചെയ്തിരുന്ന തുർക്കി കമ്പനിയുടെ സുരക്ഷാ അനുമതി കേന്ദ്രം റദ്ദാക്കിയത്. ജനം, ഡൽഹി. ഹിമാചൽ പ്രദേശിലെ മഴക്കെടുതിയിൽ മരണം 80ആയി. നിരവധി പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. 300-ലധികം വീടുകൾ പൂർണ്ണമായി തകർന്നു. സംസ്ഥാനത്ത് ഇതുവരെ 692 കോടി രൂപയുടെ നാശനഷ്ടം സംഭവിച്ചു എന്നുള്ളതാണ് സർക്കാരിൻ്റെ പ്രാഥമിക കണക്ക്. കനത്ത മഴയിൽ പഞ്ചാബിലെ ലുധിയാനയിലും വെള്ളക്കെട്ട് രൂക്ഷമാണ്. ഉത്തരാഖണ്ഡ് ചമോലിയിൽ മണ്ണിടിഞ്ഞു വീണ് ബദ്രിനാഥ് ദേശീയപാതയിലെ ഗതാഗതം തടസ്സപ്പെട്ടു. കാലവർഷക്കെടുതിയിൽ 80 ജീവനുകളാണ് ഹിമാചൽ പ്രദേശിൽ പൊലിഞ്ഞത്. ഇതിൽ 52 പേർ വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലും മരണപ്പെട്ടു. 22 മരണങ്ങൾ സംഭവിച്ചത് വൈദ്യുതാഘാതത്തിലും പാമ്പ് കടിയേറ്റും റോഡ് അപകടങ്ങളിലുമാണ്. മാണ്ടിയിൽ മാത്രം 17 മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലും കാണാതായ 30ഓളം പേരെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. സംസ്ഥാനത്ത് 23 മിന്നൽ പ്രളയവും 16 മണ്ണിടിച്ചിലും 19 മേഘവിസ്ഫോടനവുമാണ് റിപ്പോർട്ട് ചെയ്തത്. 300-ലധികം വീടുകൾ പൂർണ്ണമായും തകർന്നു. 10,000-ന് മുകളിൽ കന്നുകാലികളും വളർത്തുമൃഗങ്ങളും ചത്തു. മാണ്ടി, കാംഗ്ര, കുളു, ഷിംല തുടങ്ങിയ ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഹിമാചൽ പ്രദേശിൽ ശക്തമായ മഴ ഈ ആഴ്ച കൂടി തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഉത്തരാഖണ്ഡിലെ ചമോലിയിൽ മണ്ണിടിഞ്ഞു വീണ് ബദ്രിനാഥ് ദേശീയപാതയിലെ ഗതാഗതം തടസ്സപ്പെട്ടു. പഞ്ചാബിലും ജമ്മുകാശ്മീരിലും ശക്തമായ മഴ തുടരുകയാണ്. മധ്യപ്രദേശിൽ ശക്തമായ മഴയിൽ ഛത്തർപൂരിലെ ഭാഗ്യേശ്വർ ഡാമിന് സമീപം മതിലിടിഞ്ഞു വീണ് ഒരാൾ മരിച്ചു. 10 പേർക്ക് പരിക്കേറ്റു. രാജസ്ഥാന്റെ ചില മേഖലകളിലും മഴ ശക്തമാണ്. ജനം, ഡൽഹി. ഇറാനുമായി തുടർ ചർച്ചകൾ ഉണ്ടാകുമെന്ന് അറിയിച്ച് അമേരിക്ക. ഗാസയിൽ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നത് സംബന്ധിച്ച് ചർച്ചകൾ പുരോഗമിക്കുന്നതായി വൈറ്റ് ഹൗസ് അറിയിച്ചു. എന്നാൽ ഗാസയിൽ നിന്ന് ആരെയും നിർബന്ധപൂർവ്വം പറഞ്ഞയക്കില്ല എന്ന് ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചു. ഇറാൻ സംഘർഷത്തെ തുടർന്ന് നിർത്തിവെച്ച ചർച്ചകൾ പുനരാരംഭിക്കുമെന്നാണ് അമേരിക്ക അറിയിക്കുന്നത്. 5 തവണ അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് ഇറാനുമായി ആണവ ചർച്ചകൾ നടത്തിയിരുന്നു. ഇസ്രയേലും അമേരിക്കയും ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചതോടെ ചർച്ചകൾ നിലച്ചു. ഇതിനിടെ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുമായുള്ള ബന്ധവും ഇറാൻ നിർത്തിവച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് ചർച്ചകൾ പുനരാരംഭിക്കുമെന്ന് അമേരിക്ക അറിയിച്ചത്. അടുത്തയാഴ്ചയായിരിക്കും ചർച്ചകൾ ആരംഭിക്കുക. അതേസമയം ഗാസയിലെ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നത് സംബന്ധിച്ച് ആലോചനകൾ തുടരുന്നുവെന്നും ട്രംപ് അറിയിച്ചു. ഗാസ കടലോര വിശ്രമ കേന്ദ്രമാക്കുമെന്ന് നേരത്തെ ട്രംപ് അറിയിച്ചിരുന്നു. എന്നാൽ ഗാസയിൽ നിന്നും ആരെയും നിർബന്ധപൂർവ്വം ഒഴിപ്പിക്കില്ലെന്നും ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. രാജ്യാന്തരം പൂർത്തിയാവുന്നു. ഇനി ജനം ഡിബേറ്റ് കാണാം. നമസ്തേ.